നമസ്കാരം. ഇറാനികളെ ചുട്ടരിക്കാൻ ട്രംപിൻ്റെ സേന ടെഹ്റാനിൽ. കരാർ കത്തിച്ച് കടലിലെറിഞ്ഞു അമേരിക്ക. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിൽ ആയിക്കഴിഞ്ഞു. ഹോർമുസിൽ ഉപരോധവും വ്യോമാക്രമണവും കടുപ്പിച്ച് അമേരിക്ക മുന്നോട്ട് പോകുന്നു. അടിക്ക് തിരിച്ചടി നൽകി ഇറാനും തങ്ങളുടെ ഭാഗം കൃത്യമായി ചെയ്തു. ചർച്ചകൾ ഉപേക്ഷിച്ച് തിരിച്ചടികൾ നടത്തി ഇറാനും തങ്ങളുടെ ആയുധശേഷി തെളിയിച്ചു കഴിഞ്ഞു. ആഗോള സമ്പദ് വ്യവസ്ഥ തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള താൽക്കാലിക സമാധാന കരാറിനെ പോലും കത്തിച്ച് കടലിലെറിയുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇറാൻ പശ്ചിമേഷ്യയിൽ യുദ്ധകാഹളം മുഴക്കി മുന്നോട്ട് പോകുമ്പോൾ പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും അനിശ്ചിതത്വത്തിലേക്കും യുദ്ധഭീതിയിലേക്കും അമേരിക്ക തള്ളിവിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ഇറാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ ഏറ്റവും കടുത്ത മുന്നറിയിപ്പും ഭീഷണിയും എന്ന് പറയപ്പെടുന്നത് മര്യാദയ്ക്ക് പെരുമാറാൻ ഇറാന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചടികൾ വളരെ ശക്തമായിരിക്കുമെന്നാണ്. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്കും ഒപ്പം തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ കഴിഞ്ഞ ദിവസം അമേരിക്ക പുതിയൊരു ഘട്ടം വ്യോമാക്രമണം അഴിച്ചുവിട്ടതിന് തൊട്ടുപിന്നാലെയാണ് ട്രംപ് തൻ്റെ നിലപാട് പരസ്യമാക്കിയിരിക്കുന്നത്. സമാധാന ചർച്ചകളിലേക്ക് ഇറാൻ ഉടൻ മടങ്ങിയെത്തിയില്ല എങ്കിൽ രാജ്യം കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് വാഷിംഗ്ടണിൽ നിന്നുള്ള മുന്നറിയിപ്പും ഭീഷണിയും. അടുത്ത ആഴ്ച നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ രാജ്യത്തെ പ്രധാന പാലങ്ങളും വൈദ്യുതി നിലയങ്ങളും ആക്രമിക്കുമെന്ന ഭീഷണിയും ട്രംപ് മുന്നോട്ട് വെച്ചു. ഇറാൻ ഇപ്പോൾ ഒട്ടും സന്തോഷത്തിലല്ല എന്ന് പ്രതിരോധ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് പറയുമ്പോഴും തങ്ങളുമായിട്ടൊരു കരാറിലെത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിന് അല്ലാത്ത ഒരു പക്ഷത്തിലേക്ക് അവർ എത്തുകയാണെങ്കിൽ ഇറാനെ പൂർണ്ണമായിട്ടും തകർത്ത് കളയണോ അതോ കരാറുണ്ടാക്കണോ എന്ന് അമേരിക്ക തീരുമാനിക്കുമെന്ന് ട്രംപ് പറയുകയാണ്. ഇറാൻ എന്ന് പറയപ്പെടുന്ന രാജ്യം പിന്നെ ഉണ്ടാകില്ല എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ ഈ ട്രംപിൻ്റെ ഈ വെല്ലുവിളിയൊക്കെ സ്വീകരിക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ മാസം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാക്കിയ താൽക്കാലികമായിട്ടുള്ള ധാരണകൾ പൂർണ്ണമായിട്ടും തകിടം മറിച്ചാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും ആയുധ ശബ്ദം മുഴങ്ങുന്നത്. ഉണ്ടാക്കിയെടുത്ത താൽക്കാലിക കരാർ പോലും കടലിലേക്ക് വലിച്ചു കീറി കളയുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഹോർമൂസ് സമുദ്ര സന്ധിയിലൂടെ പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് ഭീഷണിയാകുന്ന ഇറാൻ്റെ ആക്രമണശേഷി നശിപ്പിക്കുവാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് അമേരിക്കൻ സൈന്യത്തിൻ്റെ സെൻട്രൽ കമാൻഡുകൾ വ്യക്തമാക്കുമ്പോഴും ഇറാൻ്റെ തുറമുഖങ്ങൾ അതടച്ചുകൊണ്ട് നവീകരിച്ച നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച ഒരു ഇറാനിയൻ കപ്പലിന് നേരെ അമേരിക്കൻ സേന വെടിയുതിർക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടിനോട് കടുത്ത ഭാഷയിലാണ് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കരാർ കൊണ്ട് തങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ലെങ്കിൽ അത് തുടരേണ്ട യാതൊരു ആവശ്യവും ഇറാന് മുന്നിലില്ല എന്ന് ഇറാൻ്റെ പരമോന്നത ചർച്ചാ പ്രതിനിധിയുള്ള മുഹമ്മദ് ബാഖർ ഖലിബാഫ് പറയുകയും ചെയ്യുന്നു. അപ്പോൾ അമേരിക്കയുമായിട്ടുള്ള പോരാട്ടം ഇറാൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്നും സമാധാന ചർച്ചകളും യുദ്ധവും ഒരുപോലെ തങ്ങളുടെ പ്രതിരോധ തന്ത്രത്തിൻ്റെ ഭാഗമാണ് എന്നും ഖലിബാഫ് പറയുകയാണ്. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ബഹ്റിനിലെയും കുവൈറ്റിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തങ്ങൾ തിരിച്ചടി നൽകിയതായിട്ട് ഇറാൻ സൈന്യം അവകാശപ്പെടുന്നത് പോലും എന്തുകൊണ്ടാണ്? അടിക്ക് ഫലം തിരിച്ചടിയാണ് എന്നുള്ളതുകൊണ്ടാണ്. അമേരിക്ക ഒന്നടിച്ചാൽ ഞങ്ങൾ രണ്ടടിക്കുമെന്നുള്ള തരത്തിലേക്ക് ഇറാൻ എത്തപ്പെടുന്നു. അതുകൊണ്ടാണ് കുവൈറ്റിലെയും ബഹ്റിനിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ആക്രമണങ്ങൾ ഇറാൻ ഉണ്ടാക്കിയത്. ഈ മേഖലയിൽ സംഘർഷം തുടരുന്ന ഈ 5ാം ദിവസമാണ് ഇരുപക്ഷവും പരസ്പരം വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത് പോലും. സമുദ്രസന്ധിയിലെ തങ്ങളുടെ അധികാരപരിധി സംരക്ഷിക്കുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് എന്ന് ഇറാൻ അടിവരയിട്ട് പറയുമ്പോഴും അതിന് സന്ധിയില്ലാതെ സമരം തുടരുകയാണ് ട്രംപിൻ്റെ അമേരിക്കയും. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് കഴിഞ്ഞ ദിവസം പകൽ സമയത്ത് 2 ഘട്ടങ്ങളായിട്ടാണ് ഇറാനിൽ US ആക്രമണം നടത്തിയത്. ഹോർമൂസ് സമുദ്രസന്ധിയിലെ തന്ത്രപ്രധാനമായിട്ടുള്ള ഗ്രേറ്റർ ടൂൺ ദ്വീപിലെ ക്രൂയിസ് മിസൈൽ സംഭരണ കേന്ദ്രങ്ങളും തീരദേശ പ്രതിരോധ സംവിധാനങ്ങളും ലക്ഷ്യമിട്ട് 90 മിനിറ്റ് നീണ്ട ശക്തമായിട്ടുള്ള ആക്രമണം നടന്നു. അതിനുശേഷം ഇറാൻ്റെ കമാൻഡ് സെൻറ്ററുകളും എയർ ഡിഫൻസ് സൈറ്റുകളും തകർത്തതായിട്ട് ഈ സെൻട്രകോം അറിയിക്കുകയും ചെയ്തു. ഇവിടെ ഇറാൻ്റെ പ്രധാന തുറമുഖ നഗരമായിട്ടുള്ള ബന്ദർ അബ്ബാസ്, ചബഹാർ എന്നിവിടങ്ങളിലെ റഡാർ സംവിധാനങ്ങളും സമുദ്ര നിരീക്ഷണ കേന്ദ്രങ്ങളുമൊക്കെ അമേരിക്കൻ വ്യോമസേന തകർത്തെറിയുന്ന കാഴ്ചയും കണ്ടു. തുറമുഖ ഉപരോധം ലംഘിക്കുവാൻ ശ്രമിച്ച നിരവധി ചരക്ക് കപ്പലുകളെ അമേരിക്കൻ നാവികസേന വഴിതിരിച്ചുവിടുകയും ചെയ്തിരിക്കുന്നു. ഇതോടെ പേർഷ്യൻ ഗൾഫിലൂടെയുള്ള സാധാരണ കപ്പൽ ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ അമേരിക്കൻ ഉപരോധത്തിനും വ്യോമാക്രമണത്തിനും എതിരെ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവർ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും രാഷ്ട്രങ്ങളുടെയും ഒക്കെ സാമ്പത്തിക താൽപ്പര്യ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന മറ്റ് എണ്ണവാതക കയറ്റുമതി പാതകളും പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടുവാൻ തങ്ങൾ നിർബന്ധിതരാണ് എന്ന് ഇറാൻ്റെ മുന്നറിയിപ്പും വരുന്നു. അപ്പോൾ ഇത് നടപ്പിലാക്കിയാൽ ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഇവിടെ ട്രംപിൻ്റെ കടുത്ത നിലപാടുകളും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന ഭീഷണിയും അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്.
ജനവാസ കേന്ദ്രങ്ങളെയും സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരം യുദ്ധക്കുറ്റമാണ് എന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ മേധാവി വോൾക്കർ തുർക്ക് അടക്കം മുൻപ് വ്യക്തമാക്കിയ സാഹചര്യമായിരുന്നു. എന്നാൽ ഈ വിമർശനങ്ങൾക്കൊന്നും വഴങ്ങാതെ ഉപരോധം കർശനമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തീരുമാനത്തിലേക്ക് ട്രംപ് എത്തിക്കഴിഞ്ഞു. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിലെ ഈ പോരാട്ടം ആഗോള സമ്പദ് വ്യവസ്ഥയെയും കടുത്ത പ്രതിസന്ധിയിലാഴ്ത്തുന്നു എന്നുള്ളതാണ്. കപ്പലുകളുടെ നീക്കം ഏതാണ്ട് പൂർണ്ണമായിട്ട് നിലച്ചതോടെ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുകയാണ്. നയതന്ത്ര തലത്തിൽ ചർച്ചകൾ പുനരാരംഭിച്ചില്ല എങ്കിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ പശ്ചിമേഷ്യ ഒന്നാകെ വിഴുങ്ങുന്ന ഒരു വലിയ യുദ്ധത്തിലേക്ക് മാറുമെന്നുള്ള ഭീതിയിലാണ് ലോകരാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത്. ഇറാനികളടക്കം ചുട്ടുകരിക്കുവാൻ വേണ്ടിയിട്ട് ട്രംപിൻ്റെ സേന എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ ടെഹ്റാനിലേക്ക് വലിഞ്ഞു കയറുകയാണ്, അതിക്രമിച്ചു കയറുകയാണ്. കരാർ കത്തിച്ച് കടലിലെറിയുന്ന അമേരിക്കയ്ക്കെതിരെ ശക്തമായിട്ടുള്ള യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ് ഇറാനികൾ. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിൽ ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഹോർമൂസിലെ ഉപരോധവും വ്യോമാക്രമണവും കടുപ്പിക്കുന്ന അമേരിക്കയ്ക്ക് അടിക്ക് തിരിച്ചടി എന്നുള്ള പ്രതിവിധി നൽകുകയാണ് ഇറാൻ. ചർച്ചകളൊക്കെ ഉപേക്ഷിച്ച് തിരിച്ചടികൾ നടത്തി ഇറാനും തങ്ങളുടെ ആയുധശേഷി തെളിയിച്ചു കഴിയുമ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള താൽക്കാലിക സമാധാന കരാറിനെ അടക്കം കത്തിച്ച് കടലിലെറിയുന്ന ഇരു രാജ്യങ്ങളും. ഇങ്ങനെ പോയാൽ ഈ യുദ്ധത്തിൻ്റെ ഭാവി എന്തായിരിക്കും? ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണോ ഈ യുദ്ധമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും.